കെ ബാബുവിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിലുള്ള ഭിന്നത യുഡിഎഫിലും പ്രകടമായി. കോൺഗ്രസ് നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. ഈ മാസം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി വിഷയം ചർച്ച ചെയ്യുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. കെ ബാബുവിനെതിരായ വിജിലൻസ് റെയ്ഡ് പ്രതികാര നടപടിയാണെന്ന് UDF കുറ്റപ്പെടുത്തി. വിജിലൻസ് നടപടി നേരിടുന്ന കെ ബാബുവിനെ പ്രതിരോധിക്കണമെന്നായിരുന്നു ഘടകകക്ഷികളുടെ നിലപാട്. ഇപ്പോൾ ബാബുവിനെതിരായ വിജിലൻസ് നീക്കം നാളെ എല്ലാവർക്കും ബാധകമാകാമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ VM സുധീരൻ മൗനം പാലിക്കുന്നതിനെ ഘടകകക്ഷികൾ ഒരേ സ്വരത്തിൽ ചോദ്യം ചെയ്തു. കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഘടകകക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടു. അഴിമതിക്കെതിരായ ജനവികാരം ശക്തമായതിനാൽ ഇപ്പോഴത്തെ സംഭവങ്ങൾ KPCC വിശദമായി ചർച്ച ചെയ്യണമെന്ന് VD സതീശൻ നിർദ്ദേശിച്ചു. 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി വിഷയം ചർച്ച ചെയ്യുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. കെ ബാബുവിനെതിരായ വിജിലൻസ് കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്ന നിലപാടെടുക്കാൻ UDF തീരുമാനിച്ചു. രാഷ്ട്രീയ പകപോക്കലിന് വിജിലൻസിനെ ഉപയോഗിക്കാൻ പാടില്ല. ഭരണം മാറുന്നതിനനുസരിച്ച് ഈ രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശം വെച്ച് കൊണ്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുന്നതിൽ യാതൊരു നീതിയേറ്റവുമില്ല. കോൺഗ്രസിൽ നിന്ന് ഉമ്മൻചാണ്ടിയും MM ഹസനും കെ ബാബുവിനു വേണ്ടി വീറോടെ വാദിച്ചു. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, പക്ഷേ പ്രതികാര നടപടികൾ അംഗീകരിക്കാനാകില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കെ ബാബുവിന് പിന്തുണ നൽകാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് VM സുധീരനെ ലക്ഷ്യം വെച്ച് MM ഹസൻ പറഞ്ഞു. പ്രതികാര നടപടികൾ അംഗീകരിക്കുന്നില്ല, എന്നാൽ അന്വേഷണം നടക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്തു. വിജിലൻസ് നടപടികളുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം ഘടകകക്ഷികളും നീങ്ങാമെന്ന ധാരണയിൽ UDF യോഗം പിരിഞ്ഞു. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. UDFിൽ യോജിപ്പില്ലാത്തത് എന്തുകൊണ്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, CPM നേതാവ് P ബിജു, JDU നേതാവ് വർഗീസ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവർ.